ഹൈ സ്റ്റുഡൻസ്, നമ്മൾ പഠിക്കാൻ പോകുന്നത് BDA ആണ്, ബിസിനസ് ഡേറ്റ അനലിറ്റിക്സ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് വരുന്നത് ഒരു 4 ചാപ്റ്റേഴ്സ് ആണ്. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഡേറ്റ സയൻസ് ഫോർ ബിസിനസ് ഡിസിഷൻ മേക്കിംഗ് ആണ്. ഓക്കെ, ഇപ്പം ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് തിയറി പോർഷൻസ് ആണ് മെയിനായിട്ടും ഇത് വരുന്നത്. അപ്പോൾ കുറേ നമുക്ക് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്ക് വെച്ച് കവർ ചെയ്ത് പോവുക എന്ന് പറയുമ്പോൾ അത് ഇച്ചിരി ശ്രമകരമായിട്ടുള്ളൊരു കാര്യമായിട്ട് മാറും. അപ്പം നമുക്ക് സെപ്പറേറ്റ് നമുക്ക് നോട്ടുണ്ട്. ആ നോട്ട് വെച്ചിട്ടായിരിക്കും നമ്മൾ കാര്യങ്ങൾ പഠിപ്പിച്ച് പോകുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു ഡാറ്റ സയൻസ് ഫോർ ബിസിനസ് ഡിസിഷൻ മേക്കിംഗ്. അപ്പം ഈ ചാപ്റ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ മീനിങ്, നേച്ചർ, പ്രോപ്പർട്ടി, സ്കോപ്പ് ഓഫ് ഡേറ്റ, ഡേറ്റ ഇൻ ഫിനാൻസ് ആൻഡ് കോസ്റ്റിംഗ്, ഡിജിറ്റൈസേഷൻ, അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് വരുന്നത്. അപ്പം നമുക്ക് ചാപ്റ്ററിലോട്ട് പോകാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ, മീനിങ്, നേച്ചർ, പ്രോപ്പർട്ടീസ്, സ്കോപ്പ് ഓഫ് ഡേറ്റ. അല്ലേ, ഇപ്പം ഇവിടെ എന്താണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പറയുന്നത്? ഫസ്റ്റ് അവിടെ ഒരു ഹെഡിങ് നിങ്ങൾക്ക് കാണാം അല്ലേ, കൊടുത്തിരിക്കുന്നത് ഡേറ്റ ഈസ് ദി ന്യൂ ഓയിൽ. എന്താണ് ഈ ഒരു വാക്കിന്റെ അർത്ഥം? ഡേറ്റ ഈസ് ദി ന്യൂ ഓയിൽ. അറിയാവോ? സംശയമുണ്ടോ ആർക്കെങ്കിലും? എന്തുകൊണ്ടാണ് ഓയിൽ? വാട്ട് ഈസ് ഓയിൽ? എന്താ ഓയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ധനം അല്ലെ, ക്രൂഡ് ഓയിൽ ഉണ്ട്. ഈ ക്രൂഡ് ഓയിലിൽ നിന്നാണ് പെട്രോൾ, ഡീസൽ, കെറോസിൻ, പല പല സാധനങ്ങൾ വരുന്നത് അല്ലെ. അപ്പോ ഈ ഒരു ഇന്ധനം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പല മെഷീൻസും പ്രവർത്തിക്കുന്നത് അല്ലേ. നമ്മുടെ നാടുകളിൽ കണ്ടുവരുന്ന പല മെഷീൻസും, വണ്ടികൾ പ്രവർത്തിക്കുന്നു. ഇതല്ലാതെ ഫാക്ടറികളിലുള്ള മെഷീൻസ് പ്രവർത്തിക്കുന്നു. ഇതെല്ലാം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? ഈ പറഞ്ഞ ഇന്ധനം ഉപയോഗിച്ച്. ഓക്കെ, സോ വൈ ഹിയർ, ഇവിടെ എന്തുകൊണ്ടാണ് ഡേറ്റ ഇസ് ദ ന്യൂ ഓയിൽ എന്ന് പറയുന്നത്? ഡേറ്റ, മനുഷ്യന്റെ ഡേറ്റ ആണ് ഇന്നത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇപ്പം നിങ്ങൾ പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാം, ആ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് അല്ലെ മെസ്സേജുകൾ അല്ലെ ആഡുകൾ നിങ്ങൾക്ക് വരുന്നു. ഇനി ഫോണിലൂടെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടുമായിട്ട് പറഞ്ഞ കാര്യം അല്ലെ ജസ്റ്റ് ഒരു കാര്യം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരസ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ശരിയല്ലേ? അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ വരാനുള്ള കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരേലും? എന്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആഡുകൾ പിന്നീട് നമുക്ക് വരുന്നു? ഓക്കെ, സോ നമ്മുടെ ഡേറ്റ ആർക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ? കിട്ടേണ്ടവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇവൻ ഇതൊക്കെയാണ് ആവശ്യം അല്ലെ. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മളൊരു കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കോഴ്സുമായിട്ട് നമുക്ക് ഒരു ബന്ധമില്ലാത്ത പല സ്ഥാപനങ്ങളിൽ നിന്നും നമുക്ക് മെസ്സേജുകൾ വരാം. എങ്ങനെ കിട്ടി? നമ്മൾ ഈ കോഴ്സ് പഠിക്കുന്നുണ്ട് അല്ലെ, നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ള ഡേറ്റ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനൊരു CS ആണ് അല്ലെ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം കമ്പനി സെക്രട്ടറി എന്ന് പറഞ്ഞൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഒരാളാണ്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ക്ലാസ്സുകളും നമ്മൾ കുട്ടികൾക്ക് എടുക്കുന്നുണ്ട്. ഓക്കെ, അത് ഓഫ്ലൈൻ ഉണ്ടായിരുന്നു, ഓൺലൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, അങ്ങനെ പല രീതി. അപ്പൊ നമ്മുടെ മെയിൻ സാധനം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ CS എന്ന് പറഞ്ഞ കോഴ്സാണ് നമുക്ക് മെയിൻ. എന്നെ ചില സ്ഥാപനങ്ങൾ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കോൾ വരും. ഒരു വിളിച്ചിട്ട്, സാർ നിങ്ങൾക്ക് ലൈക്ക് ചിലപ്പോൾ മെസ്സേജുകളായിരിക്കും വരുന്നത്. ഓക്കെ, അല്ലെ കോള് വരും, ലോൺ ആവശ്യമുണ്ട്. സാധാരണക്കാരെ സംബന്ധിച്ച് ഒരു ലോൺ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച് ഒരു കോള് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ? ആണോ അല്ലയോ? അതായത് ഈ തട്ടിപ്പ് അങ്ങനത്തെ ഇതല്ല പറയുന്നത്. ഫേമസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ തന്നെ ഒന്ന് ലോൺ എടുക്കാൻ വേണ്ടി സാധാരണക്കാരൻ ചെന്ന് കഴിഞ്ഞാൽ ആ ഡോക്യുമെന്റ് കൊണ്ടുപോവാ, ഇത് കൊണ്ടുപോവാ, അങ്ങനെ ഇങ്ങനെ ഓടിക്കും. ഇങ്ങോട്ട് വിളിച്ചിട്ട് ചോദിക്കും, ഇതുകൊണ്ടാ നമ്മൾ പ്രൊഫഷണൽ ആണെന്നറിയാം. ഞാൻ പറഞ്ഞു അവരോട്, ഇല്ല, ആ ഡേറ്റ അവരുടെ കയ്യിലുണ്ട്. ഈ ഡേറ്റ വെച്ചിട്ടാണ് ഇന്ന് കസ്റ്റമേഴ്സിനെ പിടിക്കുന്നത്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആഡുകൾ നിങ്ങൾക്ക് കാണാം.
അപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് എന്നുള്ളത് ആരുടെ കയ്യിലുണ്ട്? ഇൻസ്റ്റഗ്രാമിന്റെ കയ്യിലുണ്ട് അല്ലേ? അപ്പോ ഡേറ്റ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ബിസിനസ്സിന് വളരെയധികം ആവശ്യമുള്ള ഒരു കാര്യം. ആൾക്കാരുടെ നമ്പർ ആകാം, അല്ലെ പല പല ഡേറ്റാസ് ആകാം. നമ്മളിപ്പോ ഒരു സൂപ്പർ മാർക്കറ്റ് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ സാധനം വാങ്ങുമ്പോൾ നമ്മുടെ ഫോൺ നമ്പർ ചോദിക്കും. നമ്മൾ ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അവിടുത്തെ ഓഫറുകൾ നമുക്ക് അയക്കുക. നമുക്ക് നോക്കുമ്പോൾ ഇത്ര ശതമാനം ഓഫ് ഉണ്ട്. നമ്മൾ വാങ്ങാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ട് പോലും ഇല്ലെങ്കിൽ പോലും അവിടെ ഒത്തിരി ഓഫ് ഉള്ളതുകൊണ്ട് പോയി വാങ്ങിക്കാം. ശരിയല്ലേ? അപ്പൊ ഡേറ്റ ഇമ്പോർട്ടൻ്റ് അല്ലേ? നമ്മുടെ ഡേറ്റാസ് കിട്ടുന്ന വെച്ചിട്ട് പിന്നെ പണ്ടൊക്കെ ക്രൈം കണ്ടുപിടിക്കാൻ പാടായിരുന്നു. ഇന്നിപ്പോ ഫിംഗർ പ്രിന്റ് അതൊരു ഡേറ്റ അല്ലേ? യെസ്, കണ്ടുപിടിക്കാം. പണ്ട് ആരാ ക്രൈം ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ പാടായിരുന്നു. ഇന്നിപ്പോ CCTV ഉണ്ട്, അതൊരു ഡേറ്റ അല്ലേ? യെസ്. അപ്പൊ ഇന്ന് ലോകം ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകുന്നതിൽ ഡേറ്റയ്ക്ക് അല്ലെ ഈ ഒരു ലെവലിൽ അഡ്വാൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകുന്നതിൽ അല്ലെങ്കിൽ ലോകം ഫ്രണ്ടിലോട്ട് പൊക്കോളും. ആ ഇപ്പത്തെ ഒരു മോഡലിൽ പോകുന്നതിൽ ആർക്ക് പങ്കുണ്ട്? ഡേറ്റയ്ക്ക് പങ്കുണ്ട്. സോ ഡേറ്റ ഇസ് ദി ന്യൂ ഓയിൽ. അപ്പം നോക്കാം. ഡേറ്റ സയൻസ് ഗ്രോത്ത് ആൻഡ് അവൈലബിലിറ്റി ഓഫ് ഡേറ്റ ലെഡ് ടു ഇമ്പോർട്ടൻസ് ആൻഡ് ആപ്ലിക്കേഷൻ ഇൻ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് പ്രൊഫഷൻ. അല്ലെ? അപ്പൊ ഡേറ്റ സയൻസ് ഗ്രോ ചെയ്യുന്നുണ്ട്, ഡേറ്റ നമുക്ക് അവൈലബിൾ ആണ് അല്ലെ? അത് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നുണ്ട്? പല പല കാര്യങ്ങൾ. ഇപ്പൊ ക്രൈമിന്റെ കേസ് ചെയ്യാൻ പറഞ്ഞു, മാർക്കറ്റിങ്ങിന്റെ കേസ് ചെയ്യാൻ പറഞ്ഞു, പഠിക്കുന്ന കേസ്. ഞാൻ എന്റെ ക്ലാസ് റെക്കോർഡ് ചെയ്യുന്ന ഇതൊരു ഡേറ്റയാ, ഇത് നിങ്ങൾക്ക് കിട്ടുന്നു അല്ലെ? ഇത് നിങ്ങൾക്ക് കിട്ടുന്നു. അപ്പൊ ഇതൊരു ഡേറ്റ അല്ലേ? അപ്പൊ നമുക്ക് പഠിക്കുന്ന കാര്യത്തില്, മെഡിക്കൽ ഫീൽഡില്, ഓട്ടോമാറ്റിക് കാറുകളുടെ കാര്യത്തില് AI ഒരുപാട് കാര്യത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് പ്രൊഫഷണൽസും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഡേറ്റ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം പഠിക്കാനുള്ള കേസ് എന്തൊക്കെയാ ഇവിടെ വരുന്നത്? 3 കാര്യങ്ങളാണ്: ഡേറ്റ, ഇൻഫർമേഷൻ ആൻഡ് നോളജ്. 3 കേസാണ് വരുന്നത്. ഒന്നാമത്തെ ഏതാണ്? ഡേറ്റ, ഇൻഫർമേഷൻ, നോളജ്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഡേറ്റ, ഡേറ്റയിലെ ഇൻഫർമേഷൻ, അതിൽ നിന്ന് അറിയുമ്പോഴല്ലേ നോളജ്. ഓക്കെ, നമുക്ക് അതിന്റെ ഡിഫറൻസ് പഠിക്കാം. ഇത് 3ഉം അതിൻ്റെതായ ഡിഫറൻസ് ഉണ്ട്. സോ നമുക്ക് നോക്കാം. വാട്ട് ഈസ് ഡേറ്റ? എന്താണ് മക്കളെ ഡേറ്റ എന്ന് പറയുന്നത്? ഓക്കെ, രണ്ടാമത്തെ കേസാണ് ഏത്? ഇൻഫർമേഷൻ. രണ്ടാമത്തേതാണ് ഏത് വരുന്നത്? ഇൻഫർമേഷൻ വരുന്നത്. മൂന്നാമത്തേതാണ് ഏത് വരുന്നത്? നോളജ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ 3 കേസ് ഉണ്ട്. നമുക്ക് നേരെ അതിന്റെ ആ ഒരു ടോപ്പിക്കിലോട്ട് ഒന്ന് പോകാം, എന്നിട്ട് നമുക്ക് വരാം. ഡേറ്റ ഈസ് എന്താ ഡേറ്റ എന്ന് പറയുന്നത്? എന്താ ഡേറ്റ? ഡേറ്റ ഈസ് റോ. അപ്പൊ എന്ത് ഫോമാണ് ഡേറ്റ എന്ന് പറയുന്നത്? റോ ഫോർമാറ്റ് ആണ് അല്ലെ? ഡേറ്റ ഈസ് എ റോ ആൻഡ് ലാക്സ് കോണ്ടെക്സ്റ്റ്. അപ്പൊ റോ ഫോർമാറ്റ് ആണ് നമുക്ക് ഏത് വരുന്നത്? ഡേറ്റ വരുന്നത്. അപ്പൊ ഡേറ്റ എന്ന് പറയുന്ന സാധനം എന്താണ്? ഇതൊരു റോ ഫോർമാറ്റ്. റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടോ? ജസ്റ്റ് ഒരു ഡേറ്റ. ഓക്കെ, ഡേറ്റ ഇസ് എ റോ ആൻഡ് ലാക്സ് കോണ്ടെക്സ്റ്റ്. ഇൻഫർമേഷൻ ഈസ് ദി പ്രോസസ്ഡ് ഡേറ്റ. ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മക്കളെ? പ്രോസസ്ഡ് ഡേറ്റയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻഫർമേഷൻ എന്ന് വിളിക്കുന്നത്. എന്താ വരുന്നത്? അപ്പം ഇവിടെ വരുമ്പോ എന്തോ ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡേറ്റ, സാധാരണയുള്ള ഡേറ്റയെ നമ്മൾ എന്ത് ചെയ്താണ്? പ്രോസസ്ഡ് ചെയ്താണ് ഏത്? ഇൻഫർമേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ നോളജ്. എന്താ നോളജ് എന്ന് വെച്ച് കഴിഞ്ഞാല്? വാട്ട് ഈസ് നോളജ്? ഈസ് അപ്ലൈയിങ് ഇൻഫർമേഷൻ. ഒരു കാര്യം, ഇൻഫർമേഷനെ പറ്റി മാത്രം ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ മാത്രം മതിയോ? പോരാ, അത് നമ്മൾ എന്ത് ചെയ്യുവാണ്? അപ്ലൈ ചെയ്യുവാണ്, യൂസ് ചെയ്യുവാണ്. അപ്പൊ ആപ്ലിക്കേഷൻ ഓഫ് ഇൻഫർമേഷൻ, അതാണ് ഏത് വരുന്നത്? നോളജ് വരുന്നത്. ആപ്ലിക്കേഷൻ ഓഫ് ഇൻഫർമേഷൻ, ഇതാണ് നമുക്ക് ഏത് വരുന്നത്? നോളജ് വരുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു എക്സാമ്പിൾസ് നമുക്ക് നോക്കാം അല്ലെ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ അല്ലെ, ക്ലാസ്സില് നമ്മൾ സ്കൂളിൽ പഠിക്കും. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മാർക്കുകൾ എടുക്കാം. ഒരു 5 സബ്ജക്റ്റ് എടുക്കാം. 1 ഇംഗ്ലീഷ്. ഇംഗ്ലീഷിന് എത്ര മാർക്കുണ്ട്? അപ്പൊ ഓരോ മാർക്കും നമ്മുടെ ഡേറ്റകളാണ്. ആസിഫിന് ജസ്റ്റ് എക്സാമ്പിൾ ആട്ടോ. ഇംഗ്ലീഷിന്
90, 100 വിചാരിക്കുക. മലയാളം 100-ൽ 100, സയൻസ് 95, 95, മാത്സ് എത്ര ഉണ്ട്? 90. ഓക്കെ. സോഷ്യൽ സയൻസ്, ഓക്കെ, സോഷ്യൽ 95. അപ്പൊ ഈ തന്നിരിക്കുന്ന ഓരോ മാർക്കും എന്താണ്? ദിസ് ഈസ് ഡേറ്റ. റോയാണ്. ആസിഫിന് എത്ര ഉണ്ട് ഇംഗ്ലീഷിന്? 90. മലയാളം 100 ഡേറ്റയാണ്. സയൻസ് 95 ഡേറ്റയാണ്. മാത്സ് 90 ഡേറ്റയാണ്. സോഷ്യൽ 95 ഡേറ്റയാണ് അല്ലേ? ഓക്കെ. ഈ ഡേറ്റ ഇപ്പൊ ഒരു സബ്ജക്റ്റിന്റെ മാർക്ക് മാത്രം വെച്ചിട്ട് ഒരു കുട്ടി പഠിക്കുന്ന കുട്ടിയാന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയാണ് 10ാം ക്ലാസ്സിൽ പല കുട്ടികൾക്കും എന്തുണ്ട്? IT ഫുൾ A+ ഉണ്ട്. അത് കണ്ട് കമ്പ്യൂട്ടർ സയൻസിന് ചേർത്ത് കഴിഞ്ഞാൽ, IT A+ വെച്ചിട്ട് കമ്പ്യൂട്ടർ സയൻസിന് ചേർത്ത് കഴിഞ്ഞാൽ എന്റെ കൊച്ച് മിടുക്കര, IT അവന് A+, കമ്പ്യൂട്ടർ സയൻസിന് അവന് IT മേഖലയാണ് കിടക്കുന്നു. അത് കഴിഞ്ഞാൽ അറിയാം. ശരിയല്ലേ? അപ്പൊ ഒരൊറ്റ മാർക്ക് വെച്ചിട്ട്, ഒരൊറ്റ ഡേറ്റ വെച്ചിട്ട് നമുക്ക് ആ പഠിക്കുന്ന കുട്ടിയാന്ന് പറയാൻ പറ്റില്ല. കാരണം ബാക്കി മൊത്തം B+ ആയിരിക്കും, അല്ലെ CO ആയിരിക്കും, അല്ലെ B ആയിരിക്കും. ഇതിന് മാത്രം A+. വെച്ച് കമ്പ്യൂട്ടറിൽ വേണ്ടി പറയാൻ പറ്റുമോ? ഇല്ല. ശരിയല്ലേ? അപ്പൊ ഈ തന്നിരിക്കുന്ന ഓരോ ഡേറ്റയോ ആസിഫ് പഠിക്കുന്ന കുട്ടിയാണോ എന്ന് ഇംഗ്ലീഷിന്റെ മാർക്ക് മാത്രം വെച്ചിട്ട്, ബാക്കിയുള്ളത് ഇവിടെ ഇംഗ്ലീഷിന്റെ മാർക്ക് മാത്രം വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ? അല്ലെ മലയാളം 100-ൽ 100? എനിക്കും കിട്ടിയടാ മലയാളത്തിന് 100-ൽ 100. ഓക്കെ. അപ്പൊ ഈ 100-ൽ 100 കിട്ടിയത് കൊണ്ട് ആസിഫിന്റെ 100-ൽ 100 മലയാളത്തിനുണ്ട് എന്ന് വെച്ചിട്ട് ആസിഫ് ഏറ്റവും പഠിക്കുന്ന കുട്ടി പറയാൻ പറ്റുമോ? അപ്പൊ ഈ ഡേറ്റ എല്ലാം കൂടെ എടുത്ത് നമ്മൾ എന്ത് ചെയ്തു? പ്രോസസ് ചെയ്ത് ഇൻഫർമേഷൻ ഉണ്ടാക്കി. ടോട്ടൽ മാർക്ക് നോക്കി. എത്രയാ? 100, 190, 280, 370, 460, 470 മാർക്ക് അല്ലേ? എത്ര മാർക്ക്? 470 ഔട്ട് ഓഫ് 500. ആണോ അല്ലയോ? യെസ്. എന്ന് പറയുന്നത് എത്ര ശതമാനം മാർക്കാണ്? എത്രയാണ്? 94%. എത്ര പെർസെന്റേജാ വരുന്നത്? 94%. 10 മാർക്ക് ഇംഗ്ലീഷിന് പോയി, 5 മാർക്ക് ഇവിടെ പോയി 15, ഇവിടെ 5 20, ഇവിടെ 10 30 മാർക്ക് പോയി. 6% മാർക്ക് പോയി. ബാക്കി എത്രയാ? 94. ഈ ഒരു ഇൻഫർമേഷൻ, ഇത് ഓരോന്നും ഡേറ്റയാ, പ്രോസസ്ഡ് അല്ല. ഈ ഡേറ്റ എല്ലാം കൂടെ എടുത്ത് പ്രോസസ് ചെയ്താണ് ഈ ഇൻഫർമേഷൻ കിട്ടിയത്. ആസിഫ് പഠിക്കുന്ന കുട്ടിയാണ്, 94% മാർക്കുണ്ട്. ഇതാണ് ഇൻഫർമേഷൻ. ഓക്കെ. അപ്പൊ സ്കൂളിൽ നിന്ന് ഒരു ക്വിസ് പ്രോഗ്രാമിന് പോകണം. ഓക്കെ, ക്വിസ് മത്സരം. അപ്പൊ ടീച്ചർമാരിങ്ങനെ ആലോചിക്കുക, ആരെ വിടും? ക്ലാസ്സിൽ ഒരു മിസ്റ്റർ എക്സ് ഉണ്ട്, 35% മാർക്കൊക്കെ ഉള്ളു, അവനെ പറഞ്ഞു വിടും, അവൻ പിടിക്കാൻ. അങ്ങനെയാണോ ടീച്ചർമാർ ചെയ്യുന്നത്? അല്ല. അവരുടെ കയ്യിൽ ഈ പറഞ്ഞ ഇൻഫർമേഷൻസ് ഉണ്ട്. ആരാ പഠിക്കുന്ന കുട്ടി? ആണോ അല്ലയോ? യെസ്. അപ്പൊ നോക്കിയപ്പോ ആരാ പഠിക്കുന്ന കുട്ടി? ആസിഫാണ് പഠിക്കുന്ന കുട്ടി. ആസിഫാണ് പഠിക്കുന്ന കുട്ടി. അപ്പൊ ആസിഫിന് എന്ത് ചെയ്യുവാണ്? ആസിഫ് പഠിക്കുന്ന കുട്ടിയാണ് എന്നുള്ള ഇൻഫർമേഷൻ അവരുടെ കയ്യിലുണ്ടല്ലോ, അത് അപ്ലൈ ചെയ്യുക. ക്വിസ് മത്സരത്തിന് ആരെ വിടുവാണ്? ഈ ഇൻഫർമേഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് ആസിഫിനെ വിടുവാണ് അല്ലെ? ആപ്ലിക്കേഷൻ ഓഫ് ഇൻഫർമേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നോളജ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് ഡേറ്റ എന്ന് പറയുന്ന റോയാണ്, പ്രോസസ്ഡ് ഡേറ്റയാണ് ഇൻഫർമേഷൻ. ഈ പറയുന്ന ഇൻഫർമേഷനെ അപ്ലൈ ചെയ്യുന്നതാണ്, ഡിസിഷൻ മേക്കിങ്ങിൽ അപ്ലൈ ചെയ്യുന്നതാണ്. യെസ്. ആരെ വിട്ടോ എന്നുള്ള ഡിസിഷൻ മേക്ക് ചെയ്യുന്നതിൽ നോളജ് എന്ന് പറയുന്ന എന്താണ്? ആ ഇൻഫർമേഷൻ, ആസിഫാണ് പഠിക്കുന്ന കുട്ടി എന്നുള്ള ഇൻഫർമേഷൻ അവിടെ അപ്ലൈ ചെയ്തു. അതിനെയാണ് നോളജ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, ടെമ്പറേച്ചർ ഇൻ സെൽഷ്യസ്, ഇതൊക്കെയാണ് ഏത്? 23, 25. കേരളത്തിന്റെ പല സ്ഥലത്തെ ടെമ്പറേച്ചർ എടുക്കുകയാണ്. അത് ഓരോ സ്ഥലത്തെയും ടെമ്പറേച്ചർ എടുക്കുമ്പോൾ അത് ജസ്റ്റ് ഒരു ഡേറ്റയാണ്. ഇത് വെച്ച് ആവറേജ് മൊത്തത്തിൽ കണ്ടുപിടിച്ച് അതിന്റെ കാൽക്കുലേഷനൊക്കെ വരുമ്പോഴൊക്കെയാണ് ഇൻഫർമേഷനും പിന്നീട് അത് ഫർദർ വരുമ്പോഴാണ് ഏത് വരുന്നത്? നോളജും ഒക്കെ വരുന്നത്. ഇനി നെക്സ്റ്റ് വൺ, ഇൻഫർമേഷൻ. കമ്പ്യൂട്ടേഴ്സ് അല്ലെ, പ്രോസസ് ഡേറ്റ. അപ്പൊ ആരാണ് നമുക്ക് വേണ്ടി ഡേറ്റ ഇന്ന് പ്രോസസ് ചെയ്ത് തരുന്നത്? ആരാ? കമ്പ്യൂട്ടർ ഉണ്ട് അല്ലെ?
Process data. Data science is driven by computing power. Deriving meaningful information and solving problems require relevant. ഓക്കെ, പിന്നെ നോളജിലോട്ട് വരുമ്പം എന്താ മക്കളെ നോളജ് എന്ന് പറയുന്നത്? എന്താണ് നോളജ്? യൂസിങ് ഇൻഫർമേഷൻ ടു സോൾവ് പ്രോബ്ലം, അല്ലേ, ഈസ് ദി ആപ്ലിക്കേഷൻ ഓഫ് നോളജ്. ആ നിങ്ങളുടെ കയ്യിലുള്ള ഇൻഫർമേഷൻ കുഴുങ്ങി തിന്നാനുള്ളതാണോ? ആണോ? അല്ലെ, എന്തിനു വേണ്ടിയാണ് ഇൻഫർമേഷൻ? എന്തിനാ? പ്രോബ്ലം സോൾവ് ചെയ്യാൻ അത് അപ്ലൈ ചെയ്യുന്നതാണ്. ആൻഡ് ഹാവിംഗ് റെലവെന്റ് ഇൻഫർമേഷൻ ഈസ് ക്രൂഷ്യൽ ഫോർ എഫക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ്. ഇവിടെ ഒരു പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിക്കേണ്ടത്? നമ്മുടെ കയ്യിലുള്ള ഇൻഫർമേഷൻ വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ആണോ? ഇൻഫർമേഷൻ കറക്റ്റ് ആയിരിക്കണ്ടേ, റെലവെന്റ് ഇൻഫർമേഷൻ ആയിരിക്കണ്ടേ, എന്നാലേ എന്ത് വരുള്ളൂ? എഫക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാവുള്ളൂ. സോ ഇതാണ് നമുക്ക് അതിൻ്റെ അകത്ത് വരുന്നത്. ഇനി നമുക്ക് നോക്കാം നെക്സ്റ്റ് വൺ, നേച്ചർ ഓഫ് ഡേറ്റ. എന്താ നേച്ചർ ഓഫ് ഡേറ്റയിൽ വരുന്നത്? എന്തൊക്കെയാണ് നേച്ചർ ഓഫ് ഡേറ്റ? ഡേറ്റ സെറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഡിഫറെന്റ് ഗ്രൂപ്പ്. ഏതൊക്കെ ടൈപ്പ് ഡേറ്റ ഉണ്ട്? ന്യൂമറിക് ഡേറ്റ ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ഡേറ്റ ഉണ്ട്, ഗ്രാഫിക്കൽ ഡേറ്റ ഉണ്ട്. ആണോ അല്ലയോ? യെസ്, ന്യൂമറിക് ഡേറ്റ. എന്താണ് ന്യൂമറിക് ഡേറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ന്യൂമറിക്കൽ ഡേറ്റ ഈസ് എക്സ്പ്രസ്ഡ് ആസ് നമ്പേഴ്സ്. അല്ലേ, എന്താ വരുന്നത്? നമ്പർ ആണ്. ന്യൂമറിക്കൽ ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്പർ. ഫോർ എക്സാമ്പിൾ, നമുക്ക് മാർക്ക് കിട്ടി. എത്ര ശതമാനം മാർക്കാ? 94%, അല്ലെങ്കിൽ 87%. അല്ലെ, അപ്പൊ ഇതൊക്കെ നമ്പർ ആണ്, ന്യൂമറിക്കാ വരുന്നത്. അല്ലെ, മാർക്ക് കിട്ടി 90, 92, 75. ഇതൊക്കെ എന്താണ്? ന്യൂമറിക് ഡേറ്റയാണ്. ഡിസ്ക്രിപ്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാലോ, ക്വാളിറ്റേറ്റീവ് ഡേറ്റ ഈസ് ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. നമ്മള് സിനിമയുടെ ഒക്കെ റിവ്യൂ എടുത്ത് നോക്കും, സ്റ്റാർ റേറ്റിംഗ് നോക്കും, അല്ലെ. അപ്പൊ 2 സ്റ്റാറേ ഉള്ളൂ, 5 സ്റ്റാർ. അപ്പൊ അതെന്താണ്? ന്യൂമറിക് ഡേറ്റയാ. പക്ഷെ നമ്മൾ റിവ്യൂ എടുത്ത് വായിച്ചു നോക്കുക, കമന്റ്. ആ സിനിമ കൊള്ളാമായിരുന്നു, ഫസ്റ്റ് ഹാഫ് ഓക്കെ ആണ്, സെക്കൻഡ് ഹാഫ് അടിപൊളിയാണ്, ക്ലൈമാക്സ് ട്വിസ്റ്റ് ഉണ്ട്, ആക്ടറിന്റെ ഇന്ന ഫൈറ്റ് അടിപൊളിയാണ്. അവിടെ എന്താ പറയുന്നത്? അവിടെ നമ്പർ അല്ല, അതെന്തുവാ? ഡിസ്ക്രിപ്റ്റീവ് ഡേറ്റ. ക്വാളിറ്റേറ്റീവ് ഡേറ്റ ഈസ് ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. ആൻഡ് നെക്സ്റ്റ് വൺ, അടുത്തത് ഏതാണ്? ഗ്രാഫിക്. അതായത് നമ്മൾ എന്ത് ചെയ്യുക? പൈ ചാർട്ട്, ബാർ ഗ്രാഫ്, ഹിസ്റ്റോഗ്രാം, അല്ലെ, പല പല നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഡേറ്റ ക്യാൻ ബി പ്രസന്റഡ് ഗ്രാഫിക്കലി. എങ്ങനെ? ഗ്രാഫിക്കലി നമ്മൾ പ്രസന്റ് ചെയ്യുന്നു. നമ്മൾ ഗ്രാഫിക്കലി പ്രസന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ പറയുന്ന ഡേറ്റയായിട്ട് ഗ്രാഫിക് എന്നുള്ള രീതി തരംതിരിച്ചേക്കുന്നത്. ടു പ്രൊവൈഡ് എ വിഷ്വൽ റെപ്രസെന്റേഷൻ. ഗ്രാഫിക്കലി കൊടുക്കുന്നത് എന്തിനാ മക്കളെ? എന്തിനാണ് ഗ്രാഫിക്കലി കൊടുക്കുന്നത്? വിഷ്വൽ റെപ്രസെന്റേഷൻ. എന്താ വരുന്നത്? വിഷ്വൽ റെപ്രസെന്റേഷൻ. അപ്പൊ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ആണോ അല്ലയോ? യെസ്. അപ്പൊ നമ്മൾ നോക്കിയേ, ഇപ്പൊ നമ്മൾ എടുക്കുക, ഒരു കേസ് എടുക്കുക, സ്റ്റോക്ക് മാർക്കറ്റ് എടുക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പം ഷെയറിന്റെ പ്രൈസ് ഇവിടെ നിന്ന് കുറഞ്ഞു, ഇങ്ങനെ കൂടി, താഴോട്ട് വന്നു, മുകളിലോട്ട് പോയി, അല്ലേ, ഇങ്ങനെ വന്നു, ഇങ്ങനെ പോയി, ഇപ്പൊ താഴോട്ടാണ്, അല്ലെ. അപ്പൊ ഈ ഒരു പ്രൈസ് നമുക്ക് കാണുക, മനസ്സിലാവും. ഓ, ഇടയ്ക്ക് ഇതിപ്പോ നമ്മൾ എടുക്കുക ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ. ഓ, മാർച്ച് മാസത്തിൽ കുറച്ച് നന്നായിട്ട് കയറിയിട്ടുണ്ട്. ഏപ്രിലിൽ ഡൗൺ ആ. ഇപ്പൊ ഏറ്റവും ഡൗൺ വന്നേക്കുന്നത് എവിടെ നിന്നാണ്? അല്ലെ, നമ്മൾ ജനുവരി സ്റ്റാർട്ട് ചെയ്തപ്പം സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ തുടങ്ങി വന്നു, കുഴപ്പമില്ല. ഫെബ്രുവരി ആണ് പിന്നെ ഒരു ഒറ്റയടിക്ക് താഴോട്ട് പോയത്, പിന്നെ വീണ്ടും ഏപ്രിലും നല്ല താഴോട്ട് വരുന്നുണ്ട്. എടാ, ഇത് വലിയ പേജ്, 2-3 പേജ് എഴുതി വെച്ചാൽ മനസ്സിലാവുമോ? മനസ്സിലാക്കാൻ പാടാം, ശരിയല്ലേ? ആണോ അല്ലയോ? അപ്പൊ നമുക്ക് വിഷ്വൽ റെപ്രസെന്റേഷൻ വഴി കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ. ഓക്കെ, സോ ഇനി ടൈപ്പ് ഓഫ് ഡേറ്റ ഇൻ ഫിനാൻസ് ആൻഡ് കോസ്റ്റിംഗ്, അല്ലെ. ഫിനാൻസില് ടൈപ്പ് ഓഫ് ഡേറ്റ ഇൻ ഫിനാൻസ് ആൻഡ് കോസ്റ്റിംഗ്. ഫിനാൻസ് ആൻഡ് കോസ്റ്റിംഗ് റിലേ ഓൺ ബോത്ത്, അല്ലെ. ഫിനാൻസില് നമുക്ക് ഏത് ഡേറ്റാസ് വേണം? ഏതാ സാറ്? നമ്പർ വേണം, നമ്പർ വേണം. ബാലൻസ് ഷീറ്റ്, പി ആൻഡ് എൽ, ഇതിലൊക്കെ നമ്പർ ആണല്ലോ. യെസ്, നമ്പർ വേണം. വാട്ട് അബൌട്ട് ഓഡിറ്റ് റിപ്പോർട്ട്? ഓഡിറ്റിംഗ് നിങ്ങൾ പഠിക്കുന്നതല്ലേ? ഓഡിറ്റ് റിപ്പോർട്ട് അല്ലേ നമ്പർ ആണോ? അപ്പൊ അവിടെ എന്താ വരുന്നത്? രണ്ടും വേണം മക്കളെ, നമുക്ക് രണ്ടും വേണം. ഏതാ വേണ്ടത്?
ക്വാണ്ടിറ്റേറ്റീവും വേണം, ക്വാളിറ്റേറ്റീവും വേണം. ആണോ അല്ലയോ? ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് റിപ്പോർട്ടാണ്, കമ്പനി ഓക്കെ ആണ്, സെറ്റ് ആണ്, കാര്യങ്ങളൊക്കെയാണ്. അത് ക്വാളിറ്റേറ്റീവ് ആണ്. അത് ഏതാണ്? ക്വാളിറ്റേറ്റീവ് അല്ലേ? അതേസമയം ബാലൻസ് ഷീറ്റ്, P&L, ഇതിലൊക്കെ എന്താ വരുന്നത്? ഫിഗേഴ്സ്, ദ നമ്പർ ആണ്. അതിനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ക്വാണ്ടിറ്റേറ്റീവ്. ക്ലിയർ ആണോ അല്ലെ? അപ്പൊ എന്ത് വേണം? നമുക്ക് രണ്ടും വേണം. ആണോ അല്ലയോ? യെസ്, സച്ച് ആസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആൻഡ് കോസ്റ്റ് റിപ്പോർട്ട്സ് ടു എയ്ഡ് മാനേജ്മെന്റ് ഡിസിഷൻ മേക്കിംഗ്. അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് ഫിനാൻഷ്യൽ ഡേറ്റ. എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ഫിനാൻഷ്യൽ ഡേറ്റ എന്ന് പറയുന്നത്? ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ ഇൻ ഫിനാൻസ് റെഫർ ടു ന്യൂമറിക്കൽ ഡേറ്റ. ഏതാ മക്കളെ വരുന്നത്? ന്യൂമറിക്സ് ആണ്. ഏത് ഡേറ്റയാണ്? ന്യൂമറിക്കൽ. അതായത് സ്റ്റോക്ക് പ്രൈസ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ക്വാണ്ടിറ്റേറ്റീവ്. നമ്പർ, അതാണ് നമുക്ക് ഏത് വരുന്നത്? ഓക്കെ. എന്നാൽ ക്വാളിറ്റേറ്റീവിലോട്ട് പോകുമ്പോഴോ എന്താണ്? അത് ചിലപ്പോൾ ടെക്സ്റ്റ് ആയിരിക്കാം അല്ലെ? ടെക്സ്റ്റ്, ഓഡിയോ, വീഡിയോ, ഇതൊക്കെ വരും. ഓക്കെ. അതായത് നമ്മുടെ ഓഡിറ്റ് റിപ്പോർട്ട് ഒരു ടെക്സ്റ്റ് അല്ലേ, എഴുതുമല്ലേ? അപ്പൊ അതെന്താണ്? ക്വാളിറ്റേറ്റീവ് ആണ്. ക്വാളിറ്റേറ്റീവ് ഡാറ്റ ഇൻ ഫിനാൻസ് ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് ടെക്സ്റ്റ്, ഓഡിയോ ഓർ വീഡിയോ. മാനേജ്മെന്റ് ഡിസ്കഷൻ, ഇന്റർവ്യൂ ആൻഡ് അനാലിസിസ് പ്രൊവൈഡ് ഇൻസൈറ്റ് ഫോർ ഫിനാൻഷ്യൽ അനാലിസിസ്. ഓക്കെ. അപ്പം ഇതാണ് നമ്മൾ ഏതിൽ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ. നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ ഡേറ്റ ഈസ് ദ ന്യൂ ഓയിൽ, ഞാനത് പറഞ്ഞു കഴിഞ്ഞു അല്ലെ? ഡേറ്റ റോ ആണ്, അതിനെ പ്രോസസ് ചെയ്താണ് നമ്മൾ ഇൻഫർമേഷൻ ആക്കുന്നത്. അതിനെ അപ്ലൈ ചെയ്യുമ്പോഴാണ് നോളജ് എന്ന് പറയുന്നത് അല്ലെ? നേച്ചർ ഓഫ് ഡേറ്റ, ന്യൂമറിക്, നമ്പേഴ്സ്, ഡിസ്ക്രിപ്റ്റീവ്, ക്വാളിറ്റേറ്റീവ് ഡേറ്റ വരുന്നു, ഗ്രാഫിക്കൽ, വിഷ്വൽ റെപ്രസെന്റേഷൻ. ടൈപ്പ് ഓഫ് ഡേറ്റ ഇൻ ഫിനാൻസ് ആൻഡ് കോസ്റ്റിംഗ് ഏതൊക്കെയാ വരുന്നത്? ക്വാണ്ടിറ്റേറ്റീവ് ഫിനാൻഷ്യൽ ഡേറ്റ, ന്യൂമറിക്കൽ, നമ്പേഴ്സ് ആണ് വരുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ആണ് നമ്പർ, ക്വാളിറ്റേറ്റീവ് അത് ടെക്സ്റ്റ് ആയിരിക്കാം, ഓഡിയോ ഓർ വീഡിയോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ആയിരിക്കും.